സാധാരണക്കാരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ. പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഈ KSRTC ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനുമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം കളക്ടർ ഔദ്യോഗിക വാഹനം ഇന്ന് ഒഴിവാക്കി ഈ ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്? അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. നമസ്കാരം സാർ, എന്താണ് KSRTC ബസ്സിൽ ഇന്നൊരു യാത്ര? ഇന്ന് നമ്മുടെ പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സന്ദേശം എന്നുള്ള രീതിയിലാണ്. കാര്യം നമ്മുടെ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാഹനങ്ങളുടെ ക്രമാതീതമായ ഒരു വർധനമാണെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഒരു വാഹനം കുറഞ്ഞിരിക്കുക എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ യാത്ര എന്ന് പറഞ്ഞത്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ യാത്രക്കാരും ഒപ്പം തന്നെ ജീവനക്കാരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാര്യം പ്രത്യേകിച്ചും KSRTCയിൽ അവർ വളരെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചത്. പിന്നെ യാത്രക്കാരും വളരെ ഹാപ്പി ആയിരുന്നു. ചിലർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ട് കളക്ടർ വരുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുജനങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ പത്തനംതിട്ട ടൗണിലും ഒപ്പം തന്നെ മറ്റ് നഗരങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം വലിയ പ്രശ്നമാണ്. സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ആളൊന്ന് ഓരോ കാർ വെച്ചുണ്ട്, അല്ലെങ്കിൽ ഒരു ബൈക്ക് വെച്ചുണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് സംവിധാനം എപ്പോഴെങ്കിലും ഒന്ന് വിപുലപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനൊരു സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ? പാർക്കിംഗ് സംവിധാനം തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നു നമ്മളതൊരു കൃത്യമായി ഇപ്പം പത്തനംതിട്ടയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട എന്ന് പറഞ്ഞ ഒരു ടൗൺ പ്ലാനിംഗ് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് സംസാരിച്ചപ്പോൾ പാർക്കിംഗ് സംവിധാനം, പക്ഷേ നമുക്ക് പരിമിതമായ സ്ഥലത്ത് നമുക്ക് പഴയ രീതിയിലുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള പല പാർക്കിംഗ് ഗ്രൗണ്ടുകളൊന്നും പറ്റത്തില്ല. മോഡേൺ ആയിട്ടുള്ള എലിവേറ്റഡ് പാർക്കിങ്ങുകൾ, പല മൾട്ടി ലെവൽ പാർക്കിങ്ങുകളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഉള്ള സംവിധാനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ KSRTC ഉണ്ട്, സ്വകാര്യ ബസ്സുകളുണ്ട്. പക്ഷേ പഴയതുപോലെ ഇപ്പോൾ നമ്മൾ സ്വകാര്യ ബസ് ആണെങ്കിൽ പോലും എണ്ണം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആളുകൾക്കെല്ലാം വാഹന സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കളക്ടർ എന്നുള്ള രീതിയിൽ പൊതുജനത്തോട്, അതായത് ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുകയാണെങ്കിൽ ഒരു KSRTC ബസ്സിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുക, പൊല്യൂഷൻ പരമാവധി കുറവാക്കുക, അങ്ങനെ തന്നെയാണോ? അതെ തീർച്ചയായിട്ടും. കാര്യം നമ്മൾ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ പരിസ്ഥിതി മലിനീകരണം 9 മടങ്ങ് താഴേക്ക് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും നമ്മളുടെ കംഫർട്ട്, നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ ഇത് ബസ്സിന്റെ അവൈലബിലിറ്റി, അതുപോലത്തെ അതെല്ലാം അനുസരിച്ച് നമ്മുടെ തിരക്കുകളൊക്കെ അനുസരിച്ച് നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെയാണ്, നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിളിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്ക് മാറി ചിന്തിക്കാവുന്നതാണ്. വളരെയധികം തിരക്കുണ്ടെന്നറിയാമെങ്കിൽ പോലും എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ പോയിട്ടുള്ളതാണ്. ഇവിടെ പത്തനംതിട്ടയിൽ പോയിട്ടില്ല, പക്ഷേ തിരുവനന്തപുരത്ത് പോകുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും സിറ്റിയിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബസ് എടുക്കാറുണ്ട്. പിന്നെ പണ്ട് മുതലേ ഞാൻ KSRTCയിൽ യാത്ര ചെയ്ത് വരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 മാസം മുന്നേ പോയിട്ടുണ്ട്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കൊരു അവബോധം സൃഷ്ടിക്കുക, അതായത് പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതുവഴി പൊല്യൂഷൻ പരമാവധി കുറയ്ക്കുക. ആ ഒരു സന്ദേശമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പൊതുജനത്തിന് നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.